എന്തിനാണ് നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? നിങ്ങൾക്കൊപ്പം പഠിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ട അവരുടെ കോളേജിലെ കഥകൾ കേട്ടിട്ടാണോ? അതോ ജെഇയെക്കുറിച്ചോ അല്ലെങ്കിൽ NITകളെ കുറിച്ചോ IITകളെ കുറിച്ചോ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചോ ഒരു ധാരണയില്ലാത്ത റിലേറ്റീവ്സിൻ്റെ കുത്തുവാക്കുകൾ കേട്ടിട്ടാണോ? അതുമല്ലെങ്കിൽ ജെഇ പ്രിപ്പറേഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നഷ്ടമാകുന്ന ഫാമിലിയിലെ ഫങ്ഷൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ ആൾറെഡി തുടങ്ങി വെച്ച ഒരു യാത്ര അത് പകുതി വെച്ച് നിർത്തുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണം, ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ഉത്തരങ്ങൾ പറയും. 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് രാവും പകലും ഇല്ലാതെ ഇരുന്ന് പഠിച്ചില്ലേ? +2 പരീക്ഷയുടെ സമയത്തും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ എനിക്ക് ഇത്രയും സ്കോർ കിട്ടിയത്? ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി തന്നെ ചെയ്ത കാര്യങ്ങളല്ലേ എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് പറയും. പക്ഷേ അപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ കരിയർ തീരുമാനിക്കപ്പെടുന്ന ഒരു ഡിസിഷൻ, ഒരു പ്രവൃത്തി നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇല്ല എന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുക. അതിനുള്ള അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതായത് നിങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തോടു കൂടി ആരംഭിച്ചൊരു യാത്ര, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകളിലേക്കോ NITകളിലേക്കോ എത്തിച്ചേരുക എന്ന യാത്ര, അത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു യാത്രയാണ്. ആ യാത്രയാണ് നിങ്ങൾ പകുതി വെച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടൊരു ക്യാമ്പസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടൊരു കരിയർ ആവാം, അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതമാകാം. ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നിരന്തരമായ ഹാർഡ് വർക്കും നിരന്തരമായ പരാജയങ്ങളും എല്ലാം അവസാനം നിങ്ങളെ കൊണ്ട് എത്തിക്കുക നിങ്ങളുടെ വിജയത്തിലേക്ക് തന്നെയായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 2 GABകളിലെ നിങ്ങളുടെ പെർഫോമൻസോ നിങ്ങളുടെ മാർക്കോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ കൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? കാരണം കഴിഞ്ഞ GABകളിൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു സ്കോറിലേക്ക് എത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന്. ഒരു കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. JK റൗളിംഗ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ്. 600 മില്യണിലധികം കോപ്പികൾ വിറ്റുപോയ ഒരു പുസ്തകമായിരുന്നു ഹാരി പോട്ടർ എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലേ? JK റൗളിങ്ങിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്തായിരുന്നു, മാനസികമായി അവർ ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്ന സമയത്തായിരുന്നു അവർ ഹാരി പോട്ടർ എഴുതി തുടങ്ങിയത്. ഹാരി പോട്ടറിൻ്റെ ഡ്രാഫ്റ്റുമായി അവർ ഏകദേശം 12ഓളം പബ്ലിഷേഴ്സിനെ സമീപിച്ചിട്ടുണ്ട്. റിജക്റ്റ് ചെയ്യപ്പെടുന്നു, വീണ്ടും റിജക്റ്റ് ചെയ്യപ്പെടുന്നു, വീണ്ടും റിജക്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഒരു സമയത്ത്, ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ, സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിൽ ആ ഡ്രാഫ്റ്റുമായി അവർ 12 പബ്ലിഷേഴ്സിനെ പോയി കണ്ടു. 12 ഇടങ്ങളിൽ നിന്നും അത് റിജക്റ്റഡായി. തകർന്നു പോയിരുന്നെങ്കിൽ, മതി എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹാരി പോട്ടറെ ലോകം അറിയുമായിരുന്നില്ല. അവിടെ കൊണ്ടൊന്നും തളരാതെ, അവിടെ കൊണ്ടൊന്നും പരാജയപ്പെടാതെ 13ാമത്തെ പബ്ലിഷറെ പോയി കാണുന്നിടത്താണ് അവർ വിജയിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഫെയിലിയർ മാത്രമായിരിക്കില്ല. 1, 2, 3, 4 തവണ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു വാശിയുണ്ടെങ്കിൽ, വിജയിച്ചേ തീരൂ എന്നടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൾ വിജയം നിങ്ങളെ തേടിയെത്തും. യുവർ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ലൈസ് ഇൻ യു. താങ്ക് യു.